ആ തെണ്ടി ചെറുക്കൻ നമ്മുടെ മഹായം കൊണ്ട് പോയടാ. എന്താ ഈ പറയുന്നേ? നീ എന്ത് ചെയ്താലും വേണ്ടില്ല, അവൻ ഈ നാട് വിട്ടു പോകുന്നതിന് മുമ്പ് അവന്റെ തല എന്റെ കാൽക്കീഴ് കിടക്കണം. രണ്ടുപേരുടെ തലയും കാൽക്കീഴ് വീടും ചേട്ടാ. എടുക്കണം വണ്ടി. നോക്കിയായിരുന്നു, സൂക്ഷിക്കണം. വാ. മെല്ലെ മെല്ലെ. അവനെ നമ്മുടെ കൈ കെട്ടിയ കൊണ്ടം തുണ്ടുവാക്കി വെട്ടിക്കളഞ്ഞേക്കണം. ആ ഭാഗത്തേക്ക് നോക്കിയോ. മഹാ, വാ, വേഗം വാ. ഇറങ്ങി പോടാ, പെട്ടെന്ന് പോടാ, വേഗം പോടാ. നീ ആ വഴി പോ. പിടിക്കണം പിടിക്കണം, പോയി പിടിക്കണം. പോടാ, പെട്ടെന്ന് പോടാ. ചെല്ലടാ. എല്ലാ ഭാഗത്ത് പോയി നോക്കേ. നോക്ക്. മഹാ, ഓടിക്കോ. പോയി നോക്കണം.
എന്റെ വീട്ടിലെ പെണ്ണോട് അത്രയ്ക്ക് ധൈര്യം ഇവരെ കേട്ടോളെ. നിന്നെ കുറിച്ച് ലാളിച്ച് വളർത്തിയതോടെ നീ ഞങ്ങളെ തന്നെ കളിപ്പിക്കാൻ തീരുമാനിച്ചേ. എവിടെ പോയാലും നിന്നെ വെറുതെ വിടില്ലടാ. കാലൊക്കെ വേദനിക്കുന്നു. അയ്യോ, എനിക്ക് ദാഹിക്കുന്നുണ്ട്. തൊണ്ടെല്ലാം വരണ്ടോ? അതാ അവിടെ ഒരു ഗ്രാമം കാണുന്നുണ്ട്. കുറച്ച് നേരേ ഉള്ളൂ. അവിടെ ചെന്നാൽ വെള്ളം കിട്ടും. ശരി. കതിർ, എനിക്ക് പറ്റില്ല കതിർ. ഇനിയും കുറച്ച് ദൂരം കൂടിയുള്ളൂ. വാ. മഹ, അവിടെ ഒരു കിണർ കാണുന്നുണ്ട്. വാ. ഇവിടെ ഇരിക്കാം. ആരായി പിള്ളേര്? ഇവിടെ കണ്ടിട്ടില്ലല്ലോ. വേറെ വഴിയില്ലാതെ വീട് വിട്ടു വന്നു. ഇനി എന്താ ചെയ്യുന്ന ഒരു പിടിയില്ല. കാലത്തോട്ട് ഇവിടെ തന്നെ ഇരിക്കണത് കണ്ടാ ചെറിയ പിള്ളേരെ പോലുണ്ട്. നേരമാണെങ്കിൽ സന്ധ്യ ആവാറായി. ആരാണെന്നൊന്ന് ചോദിച്ചു നോക്കിയാലാ?
നിങ്ങൾ ആരാ ആരെ കാണാൻ വേണ്ടി ഇവിടെ വന്നേ? കാലത്തൊട്ടേ ഞാൻ കാണുന്നു ഇവിടെ തന്നെ ഇരിക്കണത്. രണ്ടുപേരും നാട് വിട്ട് ഓടി വന്നതാ? ആ പറയ് മക്കളെ, നിങ്ങളോടല്ലേ ചോദിക്കണത്? അവളിന്ന് കുടുങ്ങിടാ. എല്ലാരും ഓടാ, ഓടാ പെട്ടെന്ന്. വേഗം വാടാ. നിന്റെ ചെറിയച്ഛനെ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാടി. വേഗം വാടാ. അവിടെ നിന്നു, വേഗം വാ. ഏയ് നിക്കടി അവിടെ. ഏയ് വേഗം വാടാ. നിക്കടി അവിടെ. ഞാൻ വിടരുതടാ അവിടെ. ഏയ് കേട്ടോ, അവളെ വിടല്ലേ. വേഗം വാടാ. ഹലോ, ആ അളിയ, നീ എവിടെയാ? ആ ഞാനിത് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ശരി അളിയ, ഞാൻ വന്നേക്കാം. ആരാ നീ? എന്തു പറ്റി? അവര് പേടിച്ചോടിയതാ. എന്നെ രക്ഷിക്കേ. ശരി, പേടിക്കണ്ട, എന്റെ കൂടെ വരും. അവള് രക്ഷപ്പെട്ടാ. എവിടെയും പോയിട്ടുണ്ടാവില്ല. ഡാ കുമാരെ, നീ അങ്ങോട്ട് പോടാ. ഡാ നീ ഇങ്ങോട്ട് പോടാ. വേഗം പോടാ. വരൂ. ഏയ്, നീ ഓടി രക്ഷപ്പെടാന്ന് കരുതിയോ? ഈ കാട്ടിൽ തന്നെ ഉണ്ടാവില്ല നീ. നിന്നെ ഞാൻ പിടിച്ചോളാടി. എന്തു പറ്റി? പതുക്കെ പോ, പതുക്കെ പോ. വിടടാ അവളെ, വിടരുത്. വേഗം പോടാ. അവനെയും വിടടാ. ഇങ്ങോട്ട് പാടി. നീ രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയോ? ഒരു മണിക്കൂറായിട്ട് നീ ഞങ്ങളെ പുറകെ ഓടിച്ചതല്ലേ. നിന്നെ ഞാൻ വീടിലടി. നീ ആരാടാ? നീയാണോ ഇവളുടെ കാമുകൻ? എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു നീ? എന്താടി, നീ അതിനിടയ്ക്ക് പ്രേമിക്കുകയും ചെയ്തോ? നിന്നെ ഞാനിന്ന് ശരിയാക്കോടി. ആരാടാ നിങ്ങള്? ഞാൻ ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. എന്നെന്തിനാ വെറുതെ പിടിക്കുന്നേ? എനിക്ക് ആ കുട്ടിക്ക് ഒരു ബന്ധമില്ല. ഇനി നിങ്ങളായി അവളായി. വീടിയടാ അവനെ. ഇങ്ങോട്ട് വാടി. വരാനാ പറഞ്ഞേ. ഓ, ഹെൽപ്പ് ഇപ്പൊ കിട്ടും. ഇങ്ങോട്ട് വാടി. എന്റെ അച്ഛൻ ഇതറിഞ്ഞ നിങ്ങൾ വെറുതെ വിടില്ല. അച്ഛനും നിന്റെ ചെറിയച്ഛനും ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാടി. എന്ത് രക്ഷിക്കാനാടി? നീ ഇങ്ങോട്ട് വാടി. ചെറിയച്ഛനെ ഞങ്ങൾ എടുത്തോളാം. നിങ്ങൾക്ക് ആരാ? എന്റെ അച്ഛൻ നിങ്ങൾ വെറുതെ വിടില്ല. നിന്റെ അച്ഛനെ ഞാൻ പിന്നെ കാണാടി. ആദ്യം നിന്നെ ഒന്ന് ശരിക്കും കാണട്ടെ. ഇങ്ങോട്ട് വാടി, കാണിച്ചു തരാം. വേഗം വാ. നിന്നെ വെച്ചേക്കലേ. ഞാൻ നോക്കിക്കോളാം. അവരെ വിട്. പോയിക്കോ.
ആരൊക്കെ 4 പേര്? അവരെന്തിനാ എന്റെ പുറകെ വന്നേ? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാലോ? വേണ്ട വേണ്ട, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ പ്രശ്നമാകും. നീയാണോ ഇവളുടെ കാമുകൻ? എന്താ അളിയ, ഏതോ ഒരു കൊച്ചു നിന്നെ കുറിച്ചാണോ ആലോചിക്കുന്നത്? ഒന്ന് പോകുന്നുണ്ടോ അളിയ? എന്നെ ഏത് പെണ്ണ് നോക്കാനാ? വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി നോക്ക്. ഇത്ര പേരുണ്ടായിട്ട് ഒരു പെണ്ണ് നമ്മളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. അവനെ എങ്ങനെയെങ്കിലും പിടിക്കണോണ്ടാ. എങ്ങനെയായാലും ശരി, ഒരു നാൾ കിട്ടും നമുക്ക്. അന്നത്തോടെ അവന്റെ കഥ നമ്മൾ തീർക്കണം. എന്റെ കൊച്ചു കോളേജിൽ പഠിക്കാമെന്ന് നിങ്ങൾക്കറിയാലോ സാറേ. എത്ര പറഞ്ഞിട്ടും ആ ദുറയെന്ന് പറയുന്നവൻ എന്റെ കൊച്ചിന്റെ പിന്നാലെ ചുറ്റുവാ സാറേ. അതുകൊണ്ടാണ് നിങ്ങളെ കണ്ട് ഈ കാര്യം ഞാൻ പറയാനായിട്ട് വന്നത്. എടാ, അവൻ ആരാന്ന് അന്വേഷിച്ച് അവന്റെ തന്തയും തള്ളയും പറഞ്ഞു മനസ്സിലാക്ക്. ഇനി ഇവളുടെ പിന്നാലെ എങ്ങനെ വന്നാ വെട്ടി നുറുക്കി ചാക്കി കെട്ടി പുഴയിൽ എറിയെന്ന് പറ. ഞാൻ നോക്കിക്കോളാം, നീ ചെല്ലു. എന്താ മോളെ വല്ലാതിരിക്കുന്നത്? ചെറുതായിട്ട് തലവേദനിക്കുന്ന അച്ഛാ. അത് ശരി, അത്രേ ഉള്ളൂ. നല്ല ചൂടുള്ളൊരു കാപ്പി ഇട്ട് തരാം. ഒറ്റ വലിക്ക് കുടിച്ചാൽ എല്ലാം ശരിയാവും. മോൾ ഇവിടെ ഇരിക്കേ. ശരി അച്ഛാ. എടീ, എന്താ ഇപ്പൊ തലവേദന? ഒന്ന് ചുമ്മാ ഇരിക്കും ചിറ്റപ്പാ. ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഒരു ചെക്കനെ കണ്ടുപിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം. ഇന്ന് കുടിക്കുമോളെ. എന്താ ഇവിടെ പ്രശ്നം? ഒരു കുഴപ്പമില്ലല്ലോ. ചേട്ടനിങ്ങനെ ലാളിച്ച് വഷളായിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്റെ അച്ഛൻ എന്നെ ലാളിക്കുന്നതിന് ചിറ്റപ്പനെന്തോ? കുപ്പിപ്പാൽ പിടിക്കുന്ന കുഞ്ഞല്ലേ, അതിന് പിന്നൊന്നും അറിയില്ലല്ലോ. നീ ഇവിടെ ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോയി കാണിക്കേ. ചിറ്റപ്പൻ എന്തിനാ കൊണ്ടുവന്നേ? അച്ഛനുണ്ടാക്കി തന്ന കോഫിയിലെല്ലാം ശരിയായി എനിക്ക്. എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോന്നേ? നിന്നെ കല്യാണ ചെക്കനെ കാണിക്കാൻ. കാണാ ഇവനെ പോലെ ആയിരിക്കും. ഇവനെ പോലെ വേണോ? അല്ലെങ്കിൽ ഇവനെ പോലെ ഉണ്ടാവോ? നല്ല ചെക്കനെ കിട്ടട്ടെ. കൊള്ള എന്തായാലും. എന്താണ് നീ ഇങ്ങനെ ചെയ്തത്? എന്റെ ഹെയർ സ്റ്റൈൽ ഒക്കെ നാശമായി. എടാ, എന്താടാ കഷ്ടപ്പെട്ട് കാശ് കടം മേടിച്ച് വണ്ടി എടുത്ത് തന്നപ്പോ അതിനിപ്പുറം നീ ഒരാളെ ഇടിച്ചല്ലേ? തെമ്മാടി, എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇതിനു മുന്നേ പെമ്പിള്ളേരെ നീ കണ്ടിട്ടേ ഇല്ലേ? അങ്ങോട്ട് എന്നടാ നോക്കി നിൽക്കുന്ന? വണ്ടി എടുക്കാതെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വണ്ടി എടുക്കടാ പോവേ. പാവാടാ, വലുതും പറ്റിയിട്ടുണ്ടാവും. എടാ, ഒന്നും മിണ്ടാണ്ട് വണ്ടി എടുക്കുന്ന ഇവരുടെ പ്രശ്നം ഒന്നും. അവനാണടി അത്, അവനാണ്. അയ്യോ, അവനാണടി. എടാ, പറഞ്ഞ കേക്കടാ, പോടാ, അങ്ങോട്ട് തിരിഞ്ഞു ഓടിക്കടാ. ഇവനാണടി, ഇവനാണ്. എന്താണ് നീ പറയുന്നത്? അയ്യോ, എന്നെ ഇവനാണ്ടി ആ കശ്മാങ്ങ തൊമ്പിന്ന് രക്ഷിച്ച്. അവനാണടി ഇത്. ദേ, അവൻ പോകുന്നു. അവനാണോടി? ഇവനെയാണോ നീ ഇത്രയും നാൾ അന്വേഷിച്ചോണ്ടിരുന്നത്? അയ്യോ, അതേടി. ഓ എന്റെ ദൈവമേ, ഇവൻ എപ്പോഴും ആ വടകരയുള്ള ക്ലബില് കബഡി കളിക്കാൻ വരുന്നതാ. മണ്ടി വാ, പോകാം. ശരി, പോകാം. നോക്കിക്കോ, ഞങ്ങളെ ജയിക്കോ. തടിയാ തടിയുന്നുണ്ട് അപ്പൻ. കാണാം. അടിപൊളി കാലക്കടാ, എപ്പോഴത്തെ പോലെ. കോളേജിലെ രാജേഷ് എന്നൊരു പയ്യൻ 3rd ഇയർ പഠിക്കുന്നില്ലേ? ഇവൻ കാണാൻ അവനെ പോലെ ഉണ്ടല്ലേ? ഓഹോ, ഇവനെ കാണാനാണോ എന്നെയും കൂട്ടിക്കൊണ്ടു വന്നത്? ഓക്കെ. ശരി, വാടി പോകാം. ആരുടെ അടുത്താടാ ഈ കളി? നീ ജയിക്കോ ഇവിടെ വന്നിട്ട്?
എടാ തടിയൻ വരുന്നുണ്ട്. നമ്മളൊന്ന് അവനെ അമർത്തി ചമ്മന്തിയാക്കണ്ട. വിടല്ലേ വിടല്ലേ, അവൻ കേറി വരട്ടെ കേറി വരട്ടെ കേറട്ടെ കേറട്ടെ കേറി വരട്ടെ കേറി വരട്ടെ. നോക്കി നോക്കി സൂക്ഷിക്കണം. തടിയൻ ഉരുളേ. എല്ലാരും ഔട്ടായല്ലേ? ഓടാ പിള്ളേരെ, പോയി തരത്തി കളിക്ക്. എന്തിനാ ചിരിക്കുന്നേ? നിങ്ങളുടെ ടീമിൽ വേറെ ആരും ഇല്ലേ? അയക്കടാ, എത്ര പേരാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അയക്കടാ. നാണം കണ്ടില്ലേ? ഞാൻ വരടാ. വാടാ വാടാ, നീ വന്ന് നോക്ക്. അയ്യാ, അവനെ വിടരുത്. വേറെ അസംബന്ധം ഉണ്ടാവരുത്. കണ്ടോ? എടാ, കേറി വിടാ. കേറി പിടിക്കടാ. പിടിക്കാൻ നോക്ക്, അവനെ പോയി കൈ കൊടുക്ക്. ഔട്ടാവാൻ നോക്ക്. അവരെ വിട്ടേക്കടാ, അളിയാ. എന്താ ഇപ്പോഴും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ നോക്കി നോക്കില്ല, അവൻ വീണോയി. ഇനി അവനോട്ട് ചുറ്റിക്കാനാണോ? വാ പോകാം. ചിരിക്കുന്നുണ്ടല്ലേ? നോക്കിയത് മതി. ഓടി മുന്നോട്ട് നോക്കിപ്പോ. ചേച്ചി എന്താ ഇവിടെ ഇരിക്കുന്നേ? ചന്തയ്ക്ക് പോയിട്ട് വരികന്നേ. എന്തൊരു വെയിലാ, സഹിക്കാൻ പറ്റുന്നില്ല. കൈയിനും കാലിനും ഒക്കെ ഒരേ വേദന, അതായി ഇരിക്കുന്നത്. എന്റെ ചേച്ചി എത്രയും പെട്ടെന്ന് കതിരിനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കേ. പിന്നെ ചേച്ചി കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ നമ്മുടെ കയ്യിലാണോ ഉള്ളത്? സമയായ എല്ലാം താനേ നടക്കും. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ ഉള്ളത്. ചേച്ചി വേണമെങ്കിൽ വണ്ടി കയറിക്കോ, ഞാൻ കൊണ്ടുപോടാ. അയ്യോ, ഞാൻ അങ്ങ് പതുക്കെ നടന്നു പൊക്കോളാം. നീ പൊയ്ക്കോ മോനെ. ശരി ചേച്ചി, സൂക്ഷിച്ചു പോണേ. ഞാൻ നോക്കട്ടെ. നീ ചെല്ല്. തോട്ടത്തിലെ തേങ്ങയൊക്കെ ലോഡ് കയറ്റി പോയോടാ? കയറ്റി വിട്ടായിരുന്നു ചേട്ടാ. നേരാവണ്ണ എണ്ണയായിരുന്നു. 3000 ഉണ്ടായിരുന്നു. അച്ഛാ, എന്താ മോളെ? എനിക്ക് പഠിക്കണം അച്ഛാ. എനിക്ക് കല്യാണമൊന്നും വേണ്ട, പ്ലീസ് അച്ഛാ. ആരാ മോളെ പറഞ്ഞേ? അമ്മയാണ് എന്നോട് പറഞ്ഞ് ഇന്ന് ആരും എന്നെ പെണ്ണാണാൻ വരുന്നുണ്ടെന്ന്. പ്ലീസ് അച്ഛാ, എനിക്ക് പഠിക്കണം. ശരി മോളെ. അച്ഛാ, അമ്മേനെ വഴക്കുറേ അച്ഛാ. അവളോട് പോകാൻ പറ, ഞാനില്ലേ മോളെ. അയ്യോ എന്റെ പൊന്നാരച്ഛൻ, താങ്ക് യു അച്ഛാ. എടാ കുളിക്കാ, നീ എന്തെടുക്ക? വാടാ വന്ന് കുളിക്കടാ. ഞാൻ പോയ മാസമല്ലടാ ഒന്ന് കുളിച്ചത്. അളിയാ അത് കണ്ടോ, മുരിങ്ങ പോലെ വരുന്നു. ചേട്ടാ, ബാനു ചേട്ടാ, ഇങ്ങോട്ട് വാ ചേട്ടാ. എന്താടാ വിളിച്ചായിരുന്നോ? എന്താ ചേട്ടാ, സുഖമാണ്? ഞാൻ സുഖമായിട്ടിരിക്കുന്നു മോനെ. നീ കാര്യം എന്താണെന്ന് പറ. എന്താ ചേട്ടാ, ചേട്ടനെ കാണുമ്പോഴൊക്കെ ഓട്ട മത്സരത്തിലാണല്ലോ. ശരീരം ആകെ മെലിഞ്ഞു പോയില്ലോ ചേട്ടാ. അങ്ങനെ ഓടി നിങ്ങൾ എന്താ ഈ സാധിച്ചോണ്ടിരിക്കുന്നത്? എന്തൊരു ചോദ്യം അനിയത്. രാത്രിയും പകലും ഒക്കെ നിർത്താതെ ഓടിയാലേ നമുക്ക് ഒളിമ്പിക്സിൽ പോയി മെഡൽ വാങ്ങാൻ പറ്റൂ. നിങ്ങൾ ഡൽഹിക്ക് ട്രെയിനിലോ ബസ്സിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നല്ല കാറ്റടിക്കുന്ന മാസമായിട്ട് പോയി റോഡിന്റെ നടുക്ക് പോയി നിങ്ങൾ നിന്നെന്ന് വെച്ചോളൂ. ഡൽഹിയിലെ ഗ്രൗണ്ടിലോട്ട് ആ കാറ്റ് വലിച്ചോണ്ട് പോയി സ്വർണ്ണ പതക്കവും മേടിച്ചോണ്ട് പിന്നെ ആ കാറ്റ് നിങ്ങൾ ഇങ്ങോട്ട് വലിച്ചോണ്ട് വരുകയും ചെയ്യും. നീ പറയുന്ന ഐഡിയ ഒക്കെ കൊള്ളാം മോനെ. ആ കാറ്റ് വരുമ്പോ ഒന്ന് പിടിച്ചു വെച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണേ, ഞാൻ വന്ന് നിന്നോളാം. അത് പോരെ അനിയാ? അപ്പൊ ഞാൻ വരട്ടെ. ഹായ്. ഈ നെഞ്ചെലുമ്പോ എന്നെ തന്നെ കളിയാക്കി പോയല്ലോ. എന്താ അളിയാ, നിന്നെ കളിയാക്കിയല്ലേ? എല്ലും കൊണ്ട് ഒരു ദിവസം എടുത്തിട്ട് ചവിട്ടും. വാ പോകാം. ഇതൊക്കെ എന്താ ആദ്യമായിട്ടാ? ശരി വിട്. അടുത്ത മാസെങ്കിലും കുളിക്കോ. ചെല്ല്. ഹലോ, എന്താടാ കണ്ണാ, എന്താ കാര്യം? 4 പോർക്കി പിള്ളേർ ചേർന്ന് നമ്മുടെ കൊച്ചിനെ ആക്രമിക്കാൻ നോക്കി. അപ്പൊ ഒരു ചെറുക്കൻ രക്ഷപ്പെടുത്തിയേ അവളെ നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റി വിട്ട്.
നന്നായി കൊച്ചു നമ്മുടെ വണ്ടിയെ കയറിയതേ, ഇല്ലെങ്കിൽ കഷ്ടകാലമേ. ആണോ? അതെ ചേട്ടാ. ശരി ശരി, നീ വെക്ക്. ഓക്കെ ചേട്ടാ. എന്താ ചേട്ടാ? നമ്മുടെ മോളെ പൊക്കാൻ മാത്രം വിരോധം ഇവിടെ ആർക്കടാ ഉള്ളത്? ചേട്ടൻ എന്താ ഈ പറയുന്നേ? എടാ, നമ്മുടെ മോളെ ആരോ കടത്തിക്കൊണ്ടുപോകാൻ നോക്കിയിരുന്നു. അവൾ ആ കാര്യം നമ്മളോട് പറഞ്ഞതുമില്ല. എന്നോടോ? കൊന്നുകളയും ഞാൻ. ചേട്ടാ, നമ്മളോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയാത്ത ഏതെങ്കിലും തെണ്ടികളായിരിക്കും നമ്മുടെ മോളെ കടത്താൻ ശ്രമിച്ചത്. എടാ മരുതേ, മഹാ എവിടെ പോകുമ്പോഴും അവളുടെ മേത്തൊരു കണ്ണ് വേണം. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അളിയാ, ഇന്നലെ കബഡി കളിയിൽ എങ്ങനെയാ 10 പേര് ഞാൻ ഔട്ടാക്കിയില്ലേ? അല്ല അളിയാ, ഇന്നലെ ആ കൊച്ചെ കബഡി കളിക്കുമ്പോ നിന്നെ കണ്ട് എന്തിനാ ചിരിച്ചോടിങ്ങനെ പോയത്? എന്തായിരിക്കും കാരണം? അവള് ശിവേട്ടന്റെ മോളാ. അതെ അളിയാ, ഞാൻ അവളെ രക്ഷിച്ചത്. അയ്യോ ദൈവമേ, എന്നെ കാത്തോളണേ. എടാ, ഞാൻ കണ്ടാലാ ബൗൺസറെ പോലെ ഉണ്ടാവുന്നത്. പക്ഷെ എന്നെ കൊണ്ട് സത്യമായിട്ട് അടിയൊന്നും മേടിക്കാൻ പറ്റില്ലട്ടോ. രക്ഷപ്പെടുത്തുന്നല്ലേ പറഞ്ഞത്, അതിനെന്താ പേടിച്ച് വിറയ്ക്കുന്നു? അളിയാ, നീ അവളെ എവിടെ പിടിച്ചാ രക്ഷിച്ചെന്ന് എനിക്കറിയില്ലല്ലോ. അവളുടെ കണ്ണിലാണെങ്കിൽ പ്രേമം ദേ ഇങ്ങനെ ചൊട്ടിക്കൊണ്ടിരിക്കുക. അവളുടെ അപ്പൻ ഈ കാര്യം അറിഞ്ഞെന്ന് വെച്ചോ, ബീഫിന്റെ തോല് ഉരിയുന്ന പോലെ ഇങ്ങനെ ഉരിച്ച് നമ്മളെ ഇങ്ങനെ ഇട്ടേക്കോടാ. വേണ്ട, എനിക്ക് വേണ്ട. അളിയാ, ആ പെങ്കൊച്ചു വരുന്നുണ്ട്, മിണ്ടാണ്ട് വന്നോണം കേട്ടോ. വായ അടച്ചോണ്ട് വാ. ഇന്ന് നീ കുടുങ്ങിയിടാ, നോക്കിക്കോ. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. നോക്കാണ്ട് വാടാ, ഇങ്ങനെ തന്നെ അങ്ങോട്ട് നോക്കണ്ട നടക്ക്. ഹലോ, തിരിഞ്ഞു നോക്കല്ലേടാ. ഇവിടെ അടുത്ത മെക്കാനിക് ഷോപ്പ് എവിടെയാ? ഞാനുള്ള സ്ഥലത്ത് മെക്കാനിക് ഷോപ്പിന്റെ ആവശ്യമോ? ഞാൻ കാണാത്ത വണ്ടിയോ? മാറ് അഴിച്ചു വിറ്റേക്കാം. എന്താണെന്ന്? അത് വേറൊന്നുമല്ല കൊച്ചേ, എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാന്ന് പറഞ്ഞതാ. വേണ്ട, എടാ നീ ഒന്ന് വാടാ, വന്ന് നീ എന്റെ കഴിവ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പല്ലടിച്ചിട്ട് പോന്നേ കണ്ടില്ലേ? മണ്ടൻ കൊണാപ്പി. എന്താ ചെയ്യാൻ പോകുന്ന ആർക്കറിയാലോ. അല്ല, എന്നെ എഞ്ചിനൊക്കെ എവിടെയാ? അല്ല, ഇവിടെ ഒന്നുമില്ലേ? അത് പെടലാണോ? ഇതായിരിക്കും അല്ലേ എഞ്ചിൻ? ഇല്ല, ഇതിന് എല്ലാം പ്ലാസ്റ്റിക് ആണല്ലോ. ഇവിടെ എഞ്ചിൻ എവിടെയാ? എന്നെ ഈ സാധനം ഒന്നും സ്റ്റാർട്ട് ആവാത്ത എന്നാ ചെയ്യും? എന്ത് കുന്തോ. നമസ്കാരം മാഡം. നമസ്കാരം. എന്താടാ കൊച്ചനെ, കൊറേ നേരമല്ലോ വണ്ടിയിൽ ഇങ്ങനെ പണിയെടുക്കുന്നു? അതൊന്നുമല്ല ചേട്ടാ, ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടനൊരു ഐഡിയ പറയാം, നീ അതുപോലെ തന്നെ ചെയ്താലുണ്ടല്ലോ വണ്ടി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആവും. നീ നോക്കിക്കോ. എന്ത് ഐഡിയ ചേട്ടാ? പറയേ. അതിന്ന് കുറച്ച് പെട്രോൾ ഊറ്റിയെടുത്ത് ആ പോക്കോയിലിനകത്ത് കുറച്ച് പെട്രോൾ ഒഴിച്ച് ഒരു തീപ്പെട്ടി ഉരച്ച് അതിനകത്ത് ഇട്ടാലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ വണ്ടി ചൂടായി സ്റ്റാർട്ട് ആവും. നീ നോക്കിക്കോ. അല്ല, ഈ പൊട്ടം പറഞ്ഞ നല്ല ഐഡിയ ആണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നാ. അല്ല, അതാണോ ചേട്ടാ? ആ കാര്യം എനിക്ക് ആദ്യമേ അറിയായിരുന്നു. ആദ്യം ഈ പണിയൊക്കെ ചെയ്തിട്ടെ പിന്നെ അത് ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കൂ. ഞാൻ നോക്ക്. അല്ല, ഒന്ന് മാറിക്കേ. അപ്പൊ നമ്മൾ വിചാരിച്ചത് ശരിയാണ്. എന്തൊരു വലിയ വലിക്കുന്നേ. വണ്ടി പുതിയതാ. ഇപ്പൊ നോക്ക് എങ്ങനെ സ്റ്റാർട്ട് ആവുമെന്ന്. നീ ഇങ്ങനെ ധൃതി കാണിച്ചല്ലോ അനിയാ. പെട്രോൾ ഒഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ കത്തിക്കാൻ പറഞ്ഞു ഞാൻ. നീ ഇങ്ങനെ തിരക്ക് കാണിച്ച് കത്തിച്ച് ഒരുമാതിരി വറുത്തെടുത്ത മീന് പോലായല്ലോ. ഞാൻ വരട്ടെ. മോന്ത കണ്ടില്ലേ, കരിങ്കോലങ്ങനെ പോലെയുണ്ട്. എടാ പെൻസിലോട്ടി, വെട്ടുവോ നോക്കിക്കോ. ഇവൻ കാരണം ഞാൻ വല്ലാണ്ട് നാണം കിട്ടല്ലോ. ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല. പോടപ്പോ. ഏത് സ്ഥലത്തെ താക്കോലിടാതെ വണ്ടി സ്റ്റാർട്ട് ആകുന്നേ?
അവനും അവന്റെ മുഖം കണ്ടില്ലേ? ഓ നീ ഐശ്വര്യ റായ് ആണല്ലോ ഓടി നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാനായി കാത്തിരുന്നു ഞാനും. പ്രണയത്തിൻ മായ കാഴ്ചകൾ നിൻ കണ്ണിൽ കണ്ടു ഞാൻ. നിന്നോടെനിക്കുള്ള പ്രണയം അത് ചൊല്ലുവാനായി കാത്തിരുന്നു ഞാനും. നിന്നോടെനിക്കുള്ള പ്രണയം അത് ചൊല്ലുവാനായി കാത്തിരുന്നു ഞാനും. എന്റെ പ്രണയത്തിൻ മായ കാഴ്ചകൾ നിൻ കണ്ണിൽ കണ്ടു ഞാൻ. എന്റെ പ്രണയത്തിൻ മായ കാഴ്ചകൾ നിൻ കണ്ണിൽ കണ്ടു ഞാൻ. നിന്നോടെനിക്കുള്ള പ്രണയം അത് ചൊല്ലുവാനായി കാത്തിരുന്നു ഞാനും. മാറിവില്ലായി മാറിയിടാം നിന്നെ തോളിലേറ്റി ചെന്നിടാം. നിശ്വാസക്കാറ്റിൽ എന്നെ നീ ഏതോ ഉലകത്തിൽ കൊണ്ടുപോകൂ. എൻ മനസ്സും നീ കവർന്നില്ലേ, എൻ നെഞ്ചിൽ നിന്നെ ഉറക്കാം. എന്നെ കണ്ടുപിടിച്ച വീരാ, ഞാൻ കാത്തിരുന്നു നിനക്കായി. അന്നു നോക്കിയ നോട്ടത്തിൽ എന്റെ ഉയിരിൽ പാതിയും തന്നു ഞാൻ. നിൻ വിരലിന്മേൽ നീ തഴുകിടുമ്പോൾ ഞാൻ അറിയാതെ നിന്നിൽ അലിഞ്ഞിടാം. ഹേ നിന്നോടെനിക്കുള്ള ഒരു പ്രണയം അത് ചൊല്ലുവാനായി കാത്തിരുന്നു ഞാനും. കനവിൻ മയിലിൻ മേലേറി എവിടേക്കോ നീ കൊണ്ടുപോയി. ഹേ പറയാതെ അറിയാതെ നീ വന്നു, എൻ ജീവനിൽ ജീവനായി നീ നിന്നു. ഇന്ന് തനിയായി പോയ എന്നെ നിന്റെ തുണയായി മാറ്റിയില്ലേ. കണിമലരെ നിന്നെ ഞാൻ എൻ നെഞ്ചോടണയ്ക്കാം ഞാൻ. മാറിവില്ലായി മാറിയിടാം നിന്നെ തോളിലേറ്റി ചെന്നിടാം. നിശ്വാസക്കാറ്റിൽ എന്നെ നീ ഏതോ ഉലകത്തിൽ കൊണ്ടുപോകൂ. ഹേ നിന്നോടെനിക്കുള്ള പ്രണയം അത് ചൊല്ലുവാനായി കാത്തിരുന്നു ഞാനും. നിന്നോടെനിക്കുള്ള പ്രണയം അത് ചൊല്ലുവാനായി കാത്തിരുന്നു ഞാനും. എന്റെ പ്രണയത്തിൻ മായ കാഴ്ചകൾ നിൻ കണ്ണിൽ കണ്ടു ഞാൻ. എന്റെ പ്രണയത്തിൻ മായ കാഴ്ചകൾ നിൻ കണ്ണിൽ കണ്ടു ഞാൻ. നിന്നോടെനിക്കുള്ള പ്രണയം അത് ചൊല്ലുവാനായി കാത്തിരുന്നു ഞാനും. ചേട്ടാ എന്താടാ എന്താന്ന് പരുങ്ങുന്നേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും. അല്ലേട്ടാ ഒന്നുമില്ല.
പറയടാ അവന്റെ ഒരു ഞാൻ ഇവിടുത്തെ കുഞ്ഞിനെ കണ്ടു ചേട്ടാ. അവളെ നീ എന്താടാ ആദ്യമായിട്ട് കാണണോ? അതല്ല ചേട്ടാ, ഒരു ചെറുക്കൻ്റെ കൂടെ സംസാരിക്കുന്നതാ ഞാൻ കണ്ടത്. എന്ത് ചെറുക്കന്റെ കൂടെ? അതെ ചേട്ടാ. എവിടെ വെച്ച്? അത് ആ തോട്ടരികിൽ വെച്ചാ. തോട്ടരിയിൽ വെച്ചോ? എന്താടാ കെട്ടിപ്പിടിച്ച് നിൽക്കായിരുന്നു? അയ്യോ അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. പിന്നെ ഉമ്മ വെച്ച് കളിക്കായിരുന്നു? അതും ഇല്ല ചേട്ടാ. എന്തേലുമൊക്കെ വാലും മൂടും കണ്ടിട്ട് അതിനോരോ കഥകൾ ഉണ്ടാക്കി പറയും. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ സ്ഥിരം പരിപാടി അല്ലേ? ഇവളെന്തിനാ അവിടെയൊക്കെ പോയത്? ഇത് നാട്ടുകാരുടെ മുഴുവൻ നീ പാട്ടും പാടി നടക്കണ്ട, കേട്ടല്ലോ? പറയില്ല. പോടാ, ആദ്യം പോയി ഇതിന്റെ പണി നോക്കും. ശരി ചേട്ടാ. ഓരോരുത്തന്മാര് വന്നോളും. ഇവനങ്ങനെ നുണ പറയുന്ന ആളല്ലല്ലോ. അന്നാ ഓട്ടോ ഡ്രൈവറും വിളിച്ചു പറഞ്ഞായിരുന്നു. വാടാ. നിന്റെ മോന്ത അത്ര ശരിയല്ലല്ലോ. ഒന്നുമില്ലല്ലോ. നിന്റെ മുഖം കണ്ടറിയാലോ എന്തോ കാര്യമുണ്ട്. എന്താന്ന് പറയ്. വളിയ എന്നെ നോക്കി അവളൊന്ന് കണ്ണടിച്ചില്ലേ, അന്ന് തൊട്ട് എന്റെ ഹൃദയം പടപടാന്നടിക്കുന്നു. ഇതിന് നീ വേണം നല്ലൊരു തീരുമാനം പറയാൻ. എടാ ഞാൻ തീരുമാനിക്കുന്നിരിക്കട്ടെ, അതിനിപ്പുറം അവന്മാര് തന്നെ തീരുമാനിക്കുമല്ലോ. മര്യാദക്ക് പഠിച്ച് എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. നിന്നോട് പോയി ചോദിച്ചല്ലോ. ശരി വാ, പുഴയിൽ പോയി കുളിച്ചിട്ട് നമുക്ക് പോയി വല്ലയിടത്ത് ബിരിയാണി കഴിക്കാം. എന്തിനാ കടയിൽ കഴിക്കുന്നത്? എന്റെ നല്ല ചൂട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് പറയേ. അളിയാ ലെഗ് പീസ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ തരണം, മര്യാദക്ക് തന്നേക്കണം, മനസ്സിലായോ? അളിയാ വല്ലാത്ത വിശപ്പാടാ. എടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്നു. അത് കണ്ടോ? വാ കഴിക്കട്ടെ. വാ കഴിക്കാം. നല്ലോണം കഴിക്ക്, ആണിക്കൊന്നും വേണ്ട. വന്നോ മോനെ നീ? അമ്മേ പെട്ടെന്ന് വിളമ്പ്, വിശക്കുന്നു. ഇതാ ഇപ്പൊ തരാം. അയ്യോ എന്റെ കാല് ഈശ്വരാ, നല്ല വിശപ്പുണ്ട്. ഇങ്ങത്താ. അവൻ ആദ്യം ഇടമ്മേ, നല്ല കഴിക്കുന്നവൻ. എപ്പോ നോക്കിയാലും വിശപ്പ് വിശപ്പ്. അതിനെന്താന്നേ, കഴിക്കേണ്ട പ്രായല്ലേ ഇപ്പൊ. ഇനിയിപ്പോ ലെഗ് പീസ് ഉള്ളിലുണ്ടാവും, നോക്കാം. നിനക്ക് ഇത്രയും മതിയോ? മതിയമ്മേ. പിടിക്ക്, സാവധാനം കഴിക്ക്. ഇറച്ചി മീനും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ. ഒഴിക്കട്ടെ മോനെ. പറഞ്ഞിട്ട് ഇതിപ്പോ കാടിവെള്ളമാണല്ലോ. നന്നായി കുഴച്ച് കഴിക്ക്. കാടിവെള്ളം കുടിപ്പിച്ചല്ലേ. ശരി വാ, പുഴയിൽ പോയി കുളിച്ചിട്ട് നമുക്ക് പോയി വല്ലയിടത്ത് ബിരിയാണി കഴിക്കാം. എന്തിനാ കടയിൽ കഴിക്കുന്നത്? എന്റെ നല്ല ചൂട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, വന്ന് കഴിച്ചു നോക്ക്. ഞാൻ ബിരിയാണി ഇങ്ങനെ കഴിച്ചേനെ, ഇപ്പൊ നീ കാരണം കാടിവെള്ളം എടുത്തോ. അമ്മേ എന്താ ഇതൊക്കെ? വെറും കഞ്ഞിയുള്ളൂ. ജോലി ചെയ്ത സ്ഥലത്തൊന്നും ശമ്പളം കിട്ടിയില്ലടാ. ഞാൻ രാവിലെ അമ്മയുടെ അടുത്ത് കാശ് തന്നില്ലേ? നീ ആ കാശ് എവിടുന്നോ കടം വാങ്ങിയതല്ലേ? അതും കൊള്ള പലിശക്കല്ലേ വാങ്ങിയത്. അതുകൊണ്ടാ ഞാൻ ആ കാശ് തൊടാതിരുന്ന്. മോനെ ആ ഉള്ളി മുളകൊക്കെ കൂട്ടി കഴിക്കേ. ഞാൻ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ. ഞാൻ നിങ്ങളെ എന്നാണ് സന്തോഷത്തോടെ നോക്കാന്ന് എനിക്ക് അറിയില്ല. അയ്യോ ഞാൻ എപ്പോഴും സന്തോഷത്തോടെയാ ഉള്ളത്. നിന്റെ ഈ വിചാരം ഉണ്ടല്ലോ, ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. കഴിക്ക് മോനെ. മോനെ നീയും കഴിക്ക്. ആ ഉള്ളി എടുത്ത് കഴിക്ക്. എന്നാ കുറച്ചുകൂടെ മോരൊഴിച്ചോ. വെയിലിന് മോര് വളരെ നല്ലതാ. ഇതിനാ നാണിക്കുന്നത്, കഴിക്കണേ. എവിടെ പോയി? ഒരുപക്ഷെ അവിടെ ഉണ്ടാകോ? ഇവിടെയും കാണുന്നില്ലല്ലോ. ചുറ്റിക്കാണല്ലോ. എവിടെ പോയിട്ടുണ്ടാകും? അവിടെയില്ല, ഇവിടെയില്ല. എവിടെ പോയി കാണും? എടാ തടിയോ, എടാ. ഓ എടാ തടിയോ, എടാ. അശോ, ഇവനെന്ത് ചെവി കേൾക്കുന്നില്ലേ? ഷിറ്റ്. ദൈവമേ, ഞാൻ രക്ഷപ്പെട്ടു. എവിടെടാ പോയേ നീ? നിന്നെ കാണാൻ വേണ്ടി രാവിലെ മുതൽ അലയുന്നതാ. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. നിനക്കെന്നെ കാണാൻ തോന്നുന്നില്ലേ? എന്തൊക്കെയാണെങ്കിലും ശരി, ഇന്ന് തീർച്ചയായും നിന്നെ കാണാതെ പോവില്ല ഞാൻ.
മണി എത്രയെന്നറിയാവോ? ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ആരാടി? അതാ ഒരു ആൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, അവളെ പറ്റി തന്നെയാ പറഞ്ഞത്. ദാ കുടിക്കൂ. ചേട്ടൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചേച്ചിരവൻ ഫോറിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനോട് സംസാരിച്ച് ഈ നിശ്ചയം അങ്ങ് നടത്തണം. ഇപ്പൊ എന്തിനാ നീ ഇത്ര തിരക്കൂട്ടുന്നത്? അവള് ചെറിയ കുട്ടിയല്ലേ. ആദ്യം നിനക്കൊരു പെണ്ണ് കണ്ടുപിടിച്ച് അതങ്ങ് നടത്താം, എന്നിട്ട് മതി അവളുടെ കാര്യം. ചേട്ടാ, എന്റെ കാര്യത്തിൽ ധൃതി വെക്കണ്ട. ഞാനൊരാണല്ലേ. ഈ കാലത്ത് പെമ്പിളേരെ വിശ്വസിക്കാനേ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ഹായ് അച്ഛാ. വാ മോളെ, ചോദിക്ക്. ഡി മഹാ, അവിടെ നിക്കേ. ഇതെല്ലാം നിന്റെ അച്ഛൻ തരുന്ന സ്വാതന്ത്ര്യമല്ലേ? എവിടെ പോയിരിക്കുവായിരുന്നു ഡി? ഇപ്പൊ സമയം എത്രയെന്നറിയോ? എന്തിനാ അമ്മ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? ഫ്രണ്ടിനെ കാണാൻ പോയതില്ലേ ഞാൻ? എപ്പൊ നോക്കിയാലേ കുറ്റം പറിച്ചിലാണല്ലോ. ഇപ്പൊ കണ്ടില്ലേ? സ്റ്റേറ്റ് ലെവലില് ആദ്യത്തെ 3 സ്ഥാനം പിടിച്ച നമ്മുടെ EGS കോളേജിലെ പിള്ളേർക്ക് മെഡൽ നൽകുന്ന പരിപാടിയാണിത്. ഈ പരിപാടി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. 3ാം സ്ഥാനം മേടിച്ച സ്റ്റുഡന്റ് സെൽവി അഗസ്ത്യ. രണ്ടാം സ്ഥാനം നേടിയ സ്റ്റുഡന്റ് സെൽവി ഭാരതി. ഒന്നാം സ്ഥാനം നേടിയെടുത്തത് ഡി കതിർ. നമ്മുടെ കോളേജിലോട്ട് 1ാം സ്ഥാനം മേടിച്ച് നമ്മളെയും നമ്മുടെ കോളേജിനെ ബഹുമാനപ്പെടുത്തിയ കതിറിന് വേണ്ടി ഒരു നല്ല കൈയടി കൊടുക്കാം. രണ്ടു ദിവസമായിട്ട് ഞാൻ തിരയുവാണല്ലോ, ആളെ കാണുന്നില്ലല്ലോ. ആരെങ്കിലും കൂടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാകോ? ഓ, ഇവനെന്താ കളക്ടർ ജോലി നോക്കാനാണോ പോയിരിക്കുന്നത്? എന്തായിരിക്കും? എന്താ വല്ലാതെ ബഹളം കേൾക്കുന്നുണ്ടല്ലോ? എന്താ കാര്യം അറിയോ നിനക്ക്? എന്റെ മരുമൻ ചെക്കൻ കതിരേ കോളേജിൽ ഫസ്റ്റായി സ്വർണ്ണ മെഡലും കൊണ്ടാ വരുന്നത്. എന്തോന്നാ? എന്റെ മോനോ? സത്യാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ, നീ ഇവിടെ നിക്ക്, ഞാൻ അകത്ത് പോയിട്ട് ആരതി എടുത്തോണ്ട് വരാം. എന്റെ മോൻ. എടി മണി, നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്ന? വേഗം ആരതി ഒഴിയേ. ഈ ലോകത്തുള്ള സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനെ വിട്ട് ഒഴിയട്ടെ ഈശ്വര. നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടില്ല എല്ലാവരും. മതി, പോ 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 പോ. പൊന്നും കൂടെ. എന്താ ഇനി എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുന്ന? ജോലി നോക്കി പോവിൻ. പോവിൻ. വായും പൊളിച്ച് നിൽക്കുക എല്ലാരും. വാ മോനെ വാ. ഞാനാണ് അവനെ പറ്റി ഇങ്ങനെ ഓർക്കുന്നത്. അവസാനം എന്നിങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാക്കിയില്ലേ നീ? എന്ത്? കതിര് തിരിച്ച് നാട്ടിലെത്തിന്നോ? അത് മോനെ, ഇതുണ്ടല്ലോ, ആ സ്വാമിയുടെ മുന്നിൽ ഒന്ന് വെച്ച് തൊഴുതോ. ശരിയമ്മേ. നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മേ ദേവി. എന്നെ അനുഗ്രഹിക്കമ്മേ. നന്നായി വരട്ടെ. എല്ലാവരും ഇരിക്കട്ടോ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാവേ. അമ്മ എപ്പോഴും അമ്മയല്ലേ ഉണ്ടാക്കി തരുന്നത്. ഇന്ന് ഞങ്ങളുടെ വക കതിറിന് ട്രീറ്റ്. അളിയാ, നീ വാളെ നമുക്ക് കഴിക്കാൻ അമ്മേ, ഇന്ന് ഒരു ദിവസം മാത്രം പോയിട്ട് വരാം. ശരി മോനെ, പോയിട്ട് പെട്ടെന്ന് വരണേ. രക്ഷപ്പെട്ടു.
അളിയ ഞാൻ ഗോൾഡ് മെഡൽ വാങ്ങിയതേ അമ്മയ്ക്ക് വളരെ സന്തോഷമായടാ. ആണോ? അങ്ങനെ ജോലി കിട്ടുകയാണെങ്കിലേ അമ്മേനെ നല്ലോണം നോക്കായിരുന്നു. എടാ കതിരെ, നീ എന്റെ അളിയനാന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമാടാ. സന്തോഷത്തിൽ എനിക്ക് കൈയും കാര്യം കിടന്ന് തുള്ളുവാടാ. വാടാ അളിയ. എന്താ ചേട്ടാ പെട്ടെന്ന് ഇങ്ങനെ വന്നാ? സ്പീഡ് ബ്രേക്കർ പോലെ എനിക്ക് പെട്ടെന്ന് പേടിയാവില്ലേ? എന്താ ഇനിയാ കഴുത്തിലെന്തോ മാലയും ലോക്കറ്റോ കിട്ടു വന്നു കേട്ടല്ലോ. നാട്ടുകാരെല്ലാരും ഇതാ പറഞ്ഞു നടക്കുന്നേ. നോക്കിയ ചേട്ടാ, ഇവിടുന്ന് മര്യാദക്ക് ഓടി പൊക്കോ. നിങ്ങളുടെ മീശയ്ക്ക് മാത്രം ഇവിടെ മര്യാദ. എന്റെ അളിയൻ ഗോൾഡ് മെഡൽ മേടിച്ചത് നിങ്ങൾക്ക് അത് മാല ലോക്കറ്റാ. അവൻ കോളേജിൽ ഫസ്റ്റ് മാർക്ക് എടുത്ത് ഗോൾഡ് മെഡൽ മേടിക്കുക. നിങ്ങളെ പോലെ 1ാം ക്ലാസ് പിള്ളേരോടൊപ്പം മത്സരിച്ച് ആ പിള്ളേരെയൊക്കെ പറ്റിച്ചിട്ട് സോപ്പ് ഡപ്പയോ അത് തകരടപ്പയാണോ മേടിച്ചേ? തനിക്കൊക്കെ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ജനിച്ചന്ന് നാട് വിട്ടു പോയതാ എന്റെ അച്ഛൻ. ശപഥം ചെയ്ത് നിൽക്കുക ഡൽഹി ഗ്രൗണ്ടില്. ഗോൾഡ് മെഡൽ വാങ്ങിട്ടേ വരുള്ളൂ അത്രേ. അതുകൊണ്ട് അങ്ങനെ ഈ വഴിക്കേ വരാറില്ല, അറിയാലോ. തന്റെ അപ്പനെ കുറിച്ച് എനിക്കറിയത്തില്ലേ? അയാൾ ഒളിമ്പിക്കിന് വേണ്ടിയാ ഓടിയത്, അടുത്ത വീട്ടിലെ ഭാഗ്യത്തിന് വേണ്ടിയാ ഓടിയത്. കാണാൻ നല്ല സീറോ ആയിട്ടിരുന്നിട്ട് ഹീറോയെ പോലെ സംസാരിക്കുന്നില്ല. അങ്ങോട്ട് മാറിപ്പോടോ പെൻസിലെ. ഓ അതൊക്കെ നീ അറിഞ്ഞോ? സാരമില്ല എന്തെങ്കിലും പറഞ്ഞു പിടിച്ചു. സീറോവിനെ പറ്റി നിനക്കെന്താ അറിയാ? സീറോ ഇല്ലാത്ത നോട്ടിന് ഒരു വിലയും ഇല്ല, നിനക്കറിയാലോ. ശരി എന്തെങ്കിലുമൊക്കെ ചെയ്. അമ്മേ അവനൊരു തെണ്ടി, നീ വളളിയ. നിന്നെക്കാളും വലിയ കോമഡി പീസ് ആണല്ലോ. നിന്റെ ആ പെണ്ണ് മഹായുണ്ടല്ലോ, അവള് നിന്നെ തേടി ഈ നാട് മുഴുവനും കടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുക. എങ്ങനെ അവളുടെ കൈ പോയി കുടുങ്ങിയ അവള് നിന്നെ പിച്ചി കീറി മാന്തോടാ. എടാളിയാ, നീ കരണ്ട് കമ്പിയിലെ ഇപ്പൊ കൈവച്ച. ഇനി നീ മരത്തെ പിടിച്ചാലും വെള്ളത്തിൽ തൊട്ടാലും നിനക്ക് അടിക്കാൻ പോകുന്ന ഷോക്കേ ഒരു വമ്പ ഷോക്കാടാ. അയ്യോ പറഞ്ഞു വാ അടച്ചില്ല. അതിനിപ്പോ ദൈവത്തിനെ പോലെ ദാ പ്രതീക്ഷപ്പെട്ടു ഞാൻ പോവാളിയാ. നീ ഓടിക്കോ 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 ഓടിക്കോ. നിനക്കത് പ്രാന്താണോ? എനിക്ക് പ്രാന്താ. അത് നിന്റെ അടുത്ത്. ഇനി വിട്ടിട്ട് പോകോ? വിട്ടിട്ട് പോകോടാ. പോകോ? എന്നെ ഇങ്ങനെ പ്രാന്തിയാക്കിട്ട് പോകോടാ. പോകോ? എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. നീ എന്തെടുക്കാണ്? മക പറഞ്ഞേക്ക് താഴെ വിട്. താഴെ വീഴും. വിട്. ഒരു വാക്കും നീ പറയേണ്ട, എന്നും എൻ സ്വന്തം. കളിയാടി എന്നും എന്നിൽ നിറയാൻ വന്നു നീ. ഒരു വാക്കും നീ പറയേണ്ട, എന്നും എൻ സ്വന്തം. കളിയാടി എന്നും എന്നിൽ നിറയാൻ വന്നു നീ. നിൻ കവിളിൽ മുത്തട്ടേ ഞാൻ, എൻ ജീവൻ നിന്റേതല്ലേ. കാതോരം കാര്യം ചൊല്ലി നീ കൂട്ടിപ്പോകൂ എന്നെ. നിൻ കവിളിൽ മുത്തട്ടേ ഞാൻ, എൻ ജീവൻ നിന്റേതല്ലേ. കാതോരം കാര്യം ചൊല്ലി നീ കൂട്ടിപ്പോകൂ എന്നെ. ഒരു വാക്കും നീ പറയേണ്ട, എന്നും എൻ സ്വന്തം. കളിയാടി എന്നും എന്നിൽ നിറയാൻ വന്നു നീ. അറിയാതെ നെഞ്ചം കവർന്നവനെ, പറയാതിലുള്ളം ഉടച്ചവനെ. നിൻ നോട്ടത്തിൽ എന്നും എന്നിൽ നാണം നിറയുന്നു. കടമിഴികൾ കഥകൾ പറയുമ്പോൾ, ഇളവയിൽ വാനിൽ തിറയുമ്പോൾ, ഞാൻ നിന്നെ എൻ തോളിൽ ഏറ്റി പറന്നു ചെന്നിടും. നീ അരികിൽ വന്നാൽ എന്നിൽ നാണമോ? നിന്നാൽ ഇരവും പകലും ഒന്നായി മാറുന്നേ. നിൻ നെഞ്ചിൽ ചാഞ്ഞ് കണ്ണുകൾ മൂടി ഞാൻ, പെണ്ണെ നിന്നെ എന്നും ചുറ്റും എൻ നെഞ്ചം. ഞാൻ നിന്നോടും നീ എന്നോടും ഒന്നായി ചേർന്നിടാം. നാം ഒന്നായി ചേർന്നിടാം. ഒരു
വിടരുന്ന പൂവായി എന്നും ഞാൻ മാറും നിൻ മുടിയിഴയിൽ ചൂടും പനിനീർ പൂവായി മാറും ഞാൻ എന്നെ തനിയെ നിർത്തി എങ്ങും പോകാതെ നിൻ കടമിഴിയാൽ നീ എന്നെ കൊല്ലാതെ ഒരു വാക്കും നീ പറയേണ്ട എന്നും എൻ സ്വന്തം കളിയാടി എന്നും എന്നിൽ നിറയാൻ വന്നു നീ നിൻ കവിളിൽ മുത്തട്ടെ ഞാൻ എൻ ജീവൻ നിന്റേതല്ലേ കാതോരം കാര്യം ചൊല്ലി എന്നെ നീ കൂട്ടിപ്പോകൂ ഒരു വാക്കും നീ പറയേണ്ട എന്നും എൻ സ്വന്തം കളിയാടി എന്നും എന്നിൽ നിറയാൻ വന്നു നീ ഇത് ലാടമുനി, ഇത് സന്യാസി മുനി, ഇത് ജഡാമുനി, ഇത് പാലക്കാട് മുനി, ഇത് മുത്തുമുനി, ഇത് സെമ്മുനി. ഇവരെല്ലാരിലേക്കാളും മൂത്തത് ഇതാണ് വാൾമുനി. ഈ വാൾമുനീശ്വരനാണ് ഞങ്ങളുടെ കുലദൈവം. നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ദൈവമേ മുനീശ്വര, അങ്ങയെ അങ്ങയെ വിശ്വസിച്ച് വിശ്വസിച്ച് വന്നേക്കുന്നേ. വന്നേക്കുന്നേ. അങ്ങാണ് ഞങ്ങളെ അങ്ങാണ് രക്ഷിക്കേണ്ടത്. രണ്ടുപേരെയും രക്ഷിക്കേണ്ടത്. ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് അങ്ങയുടെ കൈകളിലാണ്. വാട പോകാം. നല്ലോണം പ്രാർത്ഥിച്ചില്ലേ? അവനെ പിടിക്കടാ, അവനെ വിടല്ലേ. വിടല്ലേ, പിടിച്ചടിക്കണവനെ. എടാ, അവരെല്ലാം ഞങ്ങളുടെ ആളുകളാ. നീ തല അകത്തോട്ടിട്. നിങ്ങളുടെ ആളുകൾ ഞാൻ എവിടെ പോയാലും വിടില്ലടാ. ഇന്ന കാശ്. ശരി മോളെ. വാ പോകാം. സാറിനെ പറ്റി വലിയ അറിവില്ലെന്ന് തോന്നുന്നു. നിക്ക് കാണിച്ചു തരാം. ദേ നോക്ക്, എന്റെ പുറകെ വന്നവരെ തന്നെ ചിറ്റപ്പനിട്ട് കാണിക്കുന്നത് നീ കണ്ടില്ലേ? നീ എന്നെ കല്യാണം വരെ കഴിക്കാൻ പോകുന്നു. നിന്റെ അവസ്ഥ എന്തായി തീരുവോ? ഡേയ്, എന്താ പേടിച്ചോയോ? അത് ഞാനില്ലേ നിനക്ക്. നിനക്ക് വേണ്ടി എന്റെ ജീവൻ വരെ കൊടുക്കും ഞാൻ. വാട പോകാം. ഹലോ സാർ. ആ പറ. ആ ചെങ്കൽമേട് തായമേടെ മോന്റെ കൂടെ നാട് ചുറ്റിയാണ് നിങ്ങളുടെ മോള്. എന്തൊക്കെയാണ് പറയുന്നത്? അതെ സാറേ, ഇന്ന് എന്റെ ഓട്ടോയിലാ അവര് കേറിയത്. എന്താ ഇങ്ങോട്ട് വാ. എന്തു ചേട്ടാ? ആ ചെങ്കൽമേട് തായമേടെ മോനില്ലേ, അവൻ നമ്മുടെ മഹയോടൊപ്പം കറങ്ങുന്നു. ഇപ്പഴാ ഓട്ടോ കണ്ണം വിളിച്ചു പറഞ്ഞു. എന്ത്? ചെങ്കൽമേട് തായമ്മയുടെ മോനോ? ഓ തെണ്ടി പരീക്ഷ നമ്മുടെ മോളോടൊപ്പം കറങ്ങുന്നോ? ഇന്ന് അവനെ വെട്ടി നുറുക്കി കൊന്നുകളാണ്. എടാ അടങ്ങടാ. വെട്ടിക്കൊന്ന ആരുടെ മാനോ പോകുന്നത്? നമ്മുടെ കുടുംബത്തിന്റെ മാനം. ആദ്യം തീയതി നിശ്ചയിക്ക് അവളുടെ മുറച്ചെറുക്കനുമായിട്ട്. ഇന്ന് ഞാൻ നിന്നെ നല്ലോണം പറ്റിച്ചിടാം. നേരിൽ എനിക്ക് ഉമ്മ തരാനായിട്ട് നിനക്ക് ധൈര്യമില്ല. സ്വപ്നത്തിലെങ്കിലും നീ എനിക്ക് തരോ? നീ എങ്ങനെ തരും? നീ ശരിക്കൊരു പേടിത്തൊണ്ടനാ. പോടാ.
നിനക്ക് ഇത്ര ധൈര്യം വന്നേ? ആ തെണ്ടിക്ക് അത്രയ്ക്ക് ധൈര്യം. നിനക്ക് ഞങ്ങളുടെ വീട്ടിലെ പെണ്ണ് വേണമല്ലടാ. നിന്നെ വെറുതെ വിടില്ലടാ. ചേട്ടനോട് പറഞ്ഞ ഇത് നടക്കില്ല. നിന്നെ ഞാൻ പൊക്കോളാ. അമ്മേ, അമ്മ വീട്ടിലേക്ക് പോ. ഞാൻ വന്നേക്കാം. അമ്മ ചെല്ല്, ഞാൻ വരാം. അമ്മ ചെല്ലമ്മേ. അമ്മ ചെല്ല്. അമ്മ ചെല്ലുമ്പോ ഞാൻ വരാം. അയ്യോ, നശിച്ചു പോവും മഹാഭാവികളെ, കാലമാടന്മാരെ. എടി മല്ലിക, എടി കവിത, എന്റെ മോനെ വരട്ടിക്കൊണ്ട് പോകുന്നടാ. ഇന്നിന്റെ അവസാനമാ. അങ്ങനെ പെട്ടല്ലേ? ഇനി നീ എങ്ങോട്ട് ഓടുവടാ? നീ തീർന്നടാ. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണ് വേണോടാ. എന്റെ മോൻ കതിരിനെ കണ്ടോ? അയ്യോ, എങ്ങോട്ടാ എന്റെ മോനൊന്നും ചെയ്യണ. അയ്യോ, എന്തിനാണ് എന്റെ മോനെ തല്ലുന്നത്? എന്തിനാണ് എന്റെ മോനെ തല്ലുന്നതെന്ന്? അതിന് മാത്രം എന്റെ മോൻ എന്താ ചെയ്ത്? എന്ത് ചെയ്തെന്നോ? എന്റെ വീടിന്റെ ഗേറ്റ് തുറക്കാൻ പോലും യോഗ്യതയില്ലാത്ത നിങ്ങളുടെ മോൻ ഞങ്ങളുടെ കൊച്ചിനെ തുറന്ന് ധൈര്യപ്പെടുന്നോ? എടി കിളവി, എന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഇങ്ങനെയാണ് മോനെ വളർത്തി വെച്ചിരിക്കുന്നത്. കോൽ കോച്ചിന് ഗതിയില്ലാത്ത തെണ്ടി. നിനക്ക് ഞങ്ങളുടെ കൊച്ചിന് വേണോടാ. എടുക്കടാ അവനെ. എന്താ എവിടെയാ നിങ്ങള്? ഞങ്ങൾ തായ്മയുടെ മോനെ പൊക്കി തീർക്കാൻ പോവാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മഹാ സമ്മതിച്ചു. ചേട്ടാ പറഞ്ഞത് കേട്ടില്ലേ? ഒരു നല്ല കാര്യം നടക്കുമ്പോ ആവശ്യമില്ലാത്തൊന്നും ചെയ്യണ്ട. ഇപ്പൊ നീങ്ങുവാ, പിന്നെ ശരി ചേട്ടാ. ഞങ്ങളെ കൊച്ചു കല്യാണത്തിന് സമ്മതിച്ചോണ്ട് ഇവനെ ഞാൻ വെറുതെ വിടുക. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇവന് ഇവിടെ വെച്ചാൽ പറഞ്ഞേക്കാം. ഇതിന് ആയുസിന് അല്പം കൂടെ നീളം. മര്യാദക്ക് വളർത്താൻ അറിയില്ല, മേക്കിട്ട് കയറാൻ വന്നിരിക്കുന്നവൻ. നിനക്ക് വേറെ പെണ്ണിനെ കിട്ടിയില്ലേ? നമ്മുടെ വീടിന്റെ അടുത്ത് എത്ര പെണ്ണുങ്ങളാ നിന്റെ പിന്നാലെ വരുന്നത്? എന്നിട്ടാണോ ഈ കൊലകാരന്മാരെ വീട്ടിലെ പെണ്ണിനെ നോക്കിയത്? നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അമ്മ നീ ജീവനോട് കാണില്ല. ആ മഹാപാപികൾ എന്തെങ്കിലും ചെയ്യും പോലെ. പേടിക്കണ്ടമ്മേ, എനിക്കൊന്നും ആവില്ലമ്മേ. ഒരിക്കലും ഗുണം പിടിക്കില്ല, നശിച്ചു പോകുള്ളൂ. നമ്മളെ കണ്ട പേടിച്ച് വിറച്ച് മൂത്രമൊഴിക്കുന്ന പയ്യനവൻ. അരുവാളിനേക്കാളും പ്രണയത്തിനാണ് മൂർച്ച കൂടുതൽ. എപ്പോഴും ഒരു ശ്രദ്ധ വേണം, മനസ്സിലായോ?
വാ. എന്ത് പറ്റിയതാ? എന്ത് പറ്റി? കരയണ്ട. കേട്ടെ. എന്താ? എന്താടാ? ഒന്നുമില്ലടാ. വിഷമിക്കാതെ. ഒന്നുമില്ല. എന്താ നിനക്ക് പറ്റിയേ? അമ്മേ, എനിക്ക് കല്യാണം വേണ്ട അമ്മേ. ഞാൻ കതിരേഷനെ കല്യാണം കഴിച്ചോളാം അമ്മേ. നിന്റെ അച്ഛന്റെ സ്വഭാവം അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? അമ്മേ, അമ്മ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവനും എന്നെ സ്നേഹിക്കുന്നുണ്ട് അമ്മേ. അമ്മേ, അവന് ഞാനെന്ന് പറയാൻ ജീവനാണ് അമ്മേ. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ അമ്മേ. ഇങ്ങനൊന്നും പറയാൻ പാടില്ല മോളെ. അമ്മേ, അതിന് പകരമായിട്ട് അമ്മയുടെ കൈ കൊണ്ട് പറയാൻ പാടില്ല. നീ എന്താ പറയുന്നേ? എത്ര കാലം ജീവിക്കാനുള്ളതാ മോളെ? ഞാൻ മരിച്ചോളാം അമ്മേ. പ്ലീസ് അമ്മേ. ദേ കിടക്കുന്നവൻ. കതീർ, എടാ അളിയാ, ആ പെണ്ണിന്റെ ആൾക്കാർ വന്ന് നിന്നെ അടിച്ചിട്ട് പോയെന്ന് നിനക്ക് എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? എന്തേ നിന്നോട് പറഞ്ഞിരുന്ന നീ അങ്ങ് ഒലത്തുമായിരുന്നു? ഞാൻ വല്ലാത്ത ടെൻഷനില്ല. എന്റെ അളിയൻ ഇവിടെ പ്രശ്നമല്ലേ. ഒന്നുകിൽ ഞാൻ ഇന്ന് ആഫ് അടിക്കണം, ഇല്ലെങ്കിൽ അവനെ അടിക്കണം. ചുമ്മാ കിടന്ന് വാചകം അടിക്കലടാ. എടാ അളിയാ, വാ നമുക്ക് വാടാ, ആദ്യം വാടാ, നമുക്ക് ഒരു ആഫ് അടിക്കണം. നീ വാ അളിയാ, ആഫ് അടിക്കണം. എടാ നീ മറക്കരുത്. തോറ്റല്ലോ. ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചല്ലോടാ. അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞുടാ. ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചല്ലോടാ. അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞുടാ. എടന്നില്ലട ഞങ്ങളുടെ കാലത്തെ പെണ്ണുങ്ങൾ മുറുക്കാനെടുത്ത് വായിലിട്ട് ചവച്ചിടും. മുടിച്ചികാനായി ചീപ്പെടുത്ത് തന്നിടും. അവൾ തിരിഞ്ഞു നിന്നാൽ അവൾ ഓടിക്കളഞ്ഞിടും. ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചല്ലോടാ. അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞുടാ. ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചല്ലോടാ. എടാ 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 എടാ. ഒരു പൂക്കടയിൽ നിന്ന് അവൾ എന്നെ നോക്കി ചിരിച്ചു. അത് നമ്പി ചെന്ന എന്നെ അവൾ ആക്കി ചിരിച്ചു പോയി. ഞാൻ മുത്തം കൊടുത്ത നേരം അവൾ താലി കെട്ടാൻ പറഞ്ഞു. നടുക്കടലിൽ ഇറക്കി വിട്ട് ടാറ്റ പറഞ്ഞു പോയി. എന്റെ സ്നേഹത്തിനെ ചവിട്ടി തേച്ചരച്ചു. വീണ്ടും കാണുമ്പോൾ മനസ്സിനുള്ളിൽ എരിഞ്ഞു. എന്റെ സ്നേഹത്തിനെ ചവിട്ടി തേച്ചരച്ചു. വീണ്ടും കാണുമ്പോൾ മനസ്സിനുള്ളിൽ എരിഞ്ഞു. പെണ്ണുങ്ങളെ വേണ്ട നമുക്ക് ഈ ജന്മം. പടിപ്പടിയായി ഉയരണം നമ്മൾ ഈ ജന്മം. പെണ്ണുങ്ങളെ വേണ്ട നമുക്ക് ഈ ജന്മം. പടിപ്പടിയായി ഉയരണം നമ്മൾ ഈ ജന്മം. ഒറ്റക്കല്ല് ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചല്ലോടാ. അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞുടാ.
കണ്ടാല് ഫുൾ പവർ ഒരു വിസ പോലെ എന്നെ നീ മാറ്റിയെടുത്തില്ലേ മന്ത്രി പോലെ വാണ എന്നെ തഞ്ചത്തിൽ നീ തേച്ചു പ്രേമം പുണ്യമെന്ന് കരുത് നീ വാഴാതെ റോഡിൽ പിച്ചയെടുത്ത് കോഞ്ഞാട്ടയാവാതെ പ്രേമം പുണ്യമെന്ന് കരുത് നീ വാഴാതെ റോഡിൽ പിച്ചയെടുത്ത് പടിപടിയായി ഉയരണം നമ്മൾ ഈ ജന്മം പെണ്ണുങ്ങളെ വേണ്ട നമുക്ക് ഈ ജന്മം പടിപടിയായി ഉയരണം നമ്മൾ ഈ ജന്മം ഒറ്റക്കല്ല് ആ ഒറ്റക്കല്ല് ആ ഒറ്റക്കല്ല് മൂക്കുത്തിയെന്നെ പറ്റിച്ചല്ലോടാ അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞൂടാ വീട്ടില് ജോലിക്കാരുണ്ടായിട്ട് അമ്മ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നേ? എടേ ഞാൻ ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ ഒരു കണ്ണു വേണം. മോളെ ഒന്നിങ്ങോട്ട് വന്നേ. അച്ഛൻ നിനക്ക് എന്ത് കുറവാ വരുത്തിയത്? ചെറുപ്പം തൊട്ട് നീ എന്ത് ചോദിച്ചാലും അതൊക്കെ അച്ഛൻ സ്നേഹത്തോട് വാങ്ങി തന്നിട്ടില്ലേ? നോക്ക, ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയും ഞാൻ. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. അച്ഛൻ എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കില്ല. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവൻ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിക്കണം. അപ്പൊ എന്റെ അച്ഛൻ എന്താ ചെയ്യണേന്ന് കാണാം. ഇവളിത് എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടാ പോയത്? ഇനി എന്താണോ നടക്കാൻ പോകുന്നത്? അച്ഛന്റെ മകളല്ലേ ഞാനും. അവരെന്താ ചെയ്യുന്നെന്ന് ഞാൻ നോക്കട്ടെ. കതിർ, 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 നീ എന്തിനാ ഇവിടെ വന്നത്? ആദ്യം എവിടുന്ന് പോ. നിന്റെ ചിറ്റപ്പന അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിലാണ്. ഇതിൽ നീ ഇവിടെ വന്നത് അറിഞ്ഞാലേ എന്നെ കൊന്നു കളഞ്ഞേക്കും. പോ ഇവിടുന്ന്. കൊല്ലട്ടടാ, എന്നെയും കൊല്ലട്ടെ അവര്. ഞാൻ എല്ലാം തീരുമാനിച്ചു വന്നേക്കുന്നേ. വാ, നമുക്ക് രണ്ടുപേർക്ക് ഓടിപ്പോകാം. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാകാം. ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. വാട പോകാം. ഷെടി, കാര്യം അറിയാതെ സംസാരിക്കില്ലേ. നീ നിന്റെ അച്ഛൻ നോക്കുന്ന ചെക്കനെ തന്നെ കല്യാണം കഴിച്ചോ? എന്റെ വിശ്വസിച്ച് എന്റെ അമ്മയുണ്ട്. എന്റെ അമ്മയെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നിന്റെ തീരുമാനം? നീ വരില്ലല്ലേ? നീ വരില്ലല്ലേ? നീ ഞാൻ ആദ്യമായിട്ട് എവിടെ വെച്ചാണോ കണ്ടേ അവിടെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളിയെ നോക്കിക്കോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ശരിക്കും ചെയ്യും. മഹാ, മഹാ, ജീവൻ കളിയെ നോക്കിക്കോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ശരിക്കും ചെയ്യും.
ആദ്യമായിട്ട് എവിടെ വെച്ചാണോ കണ്ടേ അവിടെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളയും. നോക്കിക്കോ, ഞാൻ കള്ളം പറഞ്ഞതല്ല, ഞാൻ ശരിക്കും ചെയ്യും. എന്നെ എത്രയും കഷ്ടപ്പെട്ട എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ഞാൻ എൻ്റെ അമ്മയെ വിട്ടേച്ച് എങ്ങനെയാ പോവുക? നീ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളയും. നോക്കിക്കോ. മോനെ കതിരേ, അമ്മേ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. ആ പെണ്ണിന് നീ എന്ന് വെച്ച ജീവനാണ്. അവളുടെ അച്ഛനും ചിറ്റപ്പനും ക്രൂരന്മാരെ നിന്നെ വെട്ടിക്കൊല്ലും അവര് എന്ന് വെച്ച് ആ പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നീ ഉപേക്ഷിച്ച ആ പെണ്ണ് എന്തെങ്കിലും ചെയ്തു കളയും മോനെ. ഈ രാത്രി തന്നെ നീ അവളെയും വിളിച്ച് എങ്ങോട്ടെങ്കിലും പൊക്കോ മോനെ. അതെങ്ങനെയാ ഞാൻ നിങ്ങളെ വിട്ടേച്ച് അവളെയും കൂട്ടിക്കൊണ്ട് പോവുക? അയ്യോ അയ്യോ, ഇപ്പൊ എന്നെ പറ്റി ആലോചിക്കാനുള്ള സമയമല്ല. മറന്നേക്കെന്നെ. എന്നിട്ട് നീ എങ്ങോട്ടേലും പോ. അച്ഛന്റെ ആത്മാവ് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. തിരിച്ചു വരരുത്, ഞാൻ വിളിക്കുന്നവരെ വരരുത്. മനസ്സിലായോ? പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ട് വന്നാ മതി മോനെ. അതിനുശേഷം വാ. ഇപ്പൊ നീ ചെല്ല്. അമ്മയെ പറ്റി നീ ഓർക്കണ്ട. എവിടെ പോയെന്ന് അറിയില്ലല്ലോ. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? അദ്ദേഹം വന്നാൽ ഞാൻ എന്ത് ഉത്തരം പറയും ദൈവമേ? മഹാ, മോളെ. അയ്യോ, അദ്ദേഹമാണെങ്കിൽ ദേ വന്നു. അയ്യോ, എന്ത് പറയുന്നേ അറിയില്ലല്ലോ ദൈവമേ. എടീ, എന്താ നീ വല്ലാതിരിക്കുന്നത്? മഹാ, മഹാ, നമ്മുടെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെന്ന് തോന്നുന്നു. എന്താണ് നീ പറയുന്നത്? എന്നോട് ക്ഷമിക്കണം. അപ്പോഴേ പറഞ്ഞല്ലേ അവളുടെ മേത്തൊരു കണ്ണ് വേണമെന്ന്. എന്തെടുക്കായിരുന്നു ഇവിടെ? നീ കിടന്ന് ഉറങ്ങിക്കാണും. എന്റെ ദൈവങ്ങളെ, ഇങ്ങനത്തെ ദുഷ്ടന്മാരൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ നാട്ടില്. ശരി, ചോറൊക്കെ ഇരിപ്പുണ്ട്. നീ ആ മോന് കൊടുത്തിട്ട് നീയും കൂടെ കഴിക്കുക കേട്ടോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, പോയിട്ട് വരാം. ആ ശരി. വരെ വരെ ഇരുന്നാ എഴുന്നേക്കാനൊന്നും വയ്യ. എന്ത് ചെയ്യാനാ? എന്താടാ, എന്തിനാ നോക്കുന്നേ? വീട്ടില് വേറെ ആരുമില്ല. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യടാ. ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യാം. ഇപ്പോഴേ ശരിക്കും കിട്ടിയേ. ഒന്നുമില്ല, ഞാനെല്ലാം
എത്ര നാളായി നിൻ വരവും കാത്ത് കാത്തിരുന്നു ഞാൻ. നിന്നെ കാണാനായി മേഘത്തിരിലേറി വന്നു ഞാൻ. നിന്നധരത്തിൻ അഴകിനെ കൺചിമ്മാതെ ഞാൻ രസിച്ചു. എൻ ഹൃദയത്തിൽ നിന്നെ സൂക്ഷിക്കാം. നിന്നിലവിൻ നന്മ വാങ്ങിത്തരാം. പെണ്ണെ നിൻ മനസ്സും എൻ വയസ്സും എന്നും എന്നും നിനക്കായി കാത്തിടാം. എന്നും എന്നും നിനക്കായി കാത്തിടാം. എൻ മനസ്സിനെ എന്ത് ചെയ്തു ഞാനെങ്ങനെ ഞാൻ നിന്നെ കൊഞ്ചും. ഓ എന്നുമലേ ഒന്നുമില്ല, ഞാനെല്ലാം എല്ലാം ചൊല്ലിത്തരാം. ഓഹോ എന്മേലുള്ള സ്നേഹം നിൻ കണ്ണിൽ ഞാൻ കാണും എന്നു ചൊല്ലും പെണ്ണേ. നീ നല്ലവനി നീയും നല്ലവനായി മാറി എന്നെ കൊല്ലാതെ. ഞാൻ കെട്ടിപ്പിടിക്കാനായി കാത്തിടും നിന്മേനിയിൽ ഞാനൊന്ന് തഴുകിടും. നിന്നെ കണ്ടുപിടിക്കാനായി ഞാനിന്ന് നീ കഷ്ടപ്പെട്ടതൊന്നും മറന്നില്ല. പെണ്ണെ നിൻ മനസ്സും എൻ വയസ്സും എന്നും എന്നും നിനക്കായി കാത്തിടാം. എന്നും എന്നും നിനക്കായി കാത്തിടാം. എൻ മനസ്സിനെ എന്ത് ചെയ്തു ഞാനെങ്ങനെ ഞാൻ നിന്നെ കൊഞ്ചും. ഓ എന്നുമലേ ഒന്നുമില്ല, ഞാനെല്ലാം എല്ലാം ചൊല്ലിത്തരാം. കണ്ണ് അടിച്ചാലതു മതിയോ, കൈ പിടിച്ചാലതു മതിയോ, നിൻ കഥകൾ നീ പറയൂ, കെട്ടിപ്പിടിക്കാൻ ആശയോ. എൻ മനസ്സിനെ എന്ത് ചെയ്തു ഞാനെങ്ങനെ ഞാൻ നിന്നെ കൊഞ്ചും. ഓ എന്നുമലേ ഒന്നുമില്ല, ഞാനെല്ലാം എല്ലാം ചൊല്ലിത്തരാം. കുറച്ച് നിങ്ങളിവിടെ പോയി നോക്കേ. ശരി ചേട്ടാ. ഓ വാടാ. ഒരു സ്ഥലം വിടരുത്. അയ്യോ ഇവിടെ ഇല്ലടാ, വേറെ എവിടെയെങ്കിലും പോയി തേടി നോക്ക്. അയ്യോ ദുഷ്ടന്മാർ ഇവിടെ എത്തിയല്ലോ. എടാ മോനെ, എടാ നിങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തിയടാ അവന്മാര്. വേഗം വാ, വേഗം വാ. അയ്യോ നിങ്ങളെ ഞാനിപ്പോ എവിടെ കൊണ്ട് ഒളിപ്പിക്കും അറിയില്ലല്ലോ. അയ്യോ ദൈവമേ. ഇനി എന്താ ചെയ്യാ? ഓടി വാ, ഓടി വാ, പെട്ടെന്ന് വാ. വാ വാ വാ, അകത്ത് പോ, അകത്ത് പോ, പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ, അകത്തോട്ട് കേറ്, കേറ്, പെട്ടെന്ന് ആവട്ടെ. അയ്യോ എന്റെ ദൈവമേ, ഈ പിള്ളേരെ രക്ഷിക്കണേ. ഇങ്ങോട്ടാരെങ്കിലും വന്നായിരുന്നു? ഇവിടെ അങ്ങ് ആരും വന്നില്ലടാ. അതെന്താ നീ എടുക്കുന്നത്? അത് എടുത്ത എന്റെ ആട്ടിൻകുട്ടിയല്ല പുറത്തു പോകുന്നത്. ചേട്ടൻ വിളിക്കുന്നു, വാടാ. അയ്യോ ദൈവമേ. എല്ലാ ചേട്ടാ ഈ സൈഡിൽ അവൻ ഇല്ലട്ടോ. കാണാനില്ല.
പിന്നെ എങ്ങോട്ട് പോടാ? നാട് നീളെ തേടി ചേട്ടാ, എവിടെയും പക്ഷെ കിട്ടിയില്ല. ഏയ്, ആരാടാ നീയൊക്കെ എന്റെ സ്ഥലത്ത് വന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന? എവിടെ വന്നാ നീ സൗണ്ട് ഉണ്ടാക്കുന്ന? എന്റെ കടലിൽ കാല് വെച്ചാ പോലും ഞാൻ വിടും. പക്ഷെ ഞങ്ങളുടെ കുപ്പത്തി കാല് വെച്ചാ വെട്ടിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. മര്യാദയ്ക്ക് ഇവിടുന്ന് ഓടിപ്പോക്കോ. ഏയ്, കണ്ടില്ലേ? കൊന്ന് കുഴിച്ചു മൂടിയേക്കും. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. ഓ പോ ഇവിടുന്ന്. പെട്ടെന്ന് പോടാ. ഇതാണ് അവന്റെ വീട്. ആരാണ് എന്തിനാണ് അവരെ അടിക്കുന്നത്? അയ്യോ, എന്നെ എന്തിനാണ് അടിക്കുന്നത്? നിങ്ങൾ മര്യാദയ്ക്ക് വെച്ച് പറയില്ലല്ലേ? അവൻ എങ്ങനെ ഇവിടെ വരച്ചിക്കണം നിങ്ങൾക്ക് അറിയാവടി? അവൻ ആ പെണ്ണിനെ വിളിച്ചോണ്ട് ഓടുകയും ചെയ്ത് ഇനിയിപ്പോ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇനിയിപ്പോ ഇവിടെ എങ്ങനെ കണ്ട വെട്ടുവോ ആവോ? എന്താ ചേട്ടാ ഈ കാണിക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലെ കളിച്ചോണ്ടിരിക്കുന്നേ. ഇത് പുതിയ ട്രെയിനിങ് ആനിയാ, പുതിയ ട്രെയിനിങ്. എന്താ ചേട്ടാ ചുമ്മാ ഇങ്ങനെയൊക്കെ കളിച്ചോണ്ടിരിക്കുന്നേ? അതെന്താ ഇനി അങ്ങനെ ചോദിച്ചേ? ജോൺസിനെ അറിയില്ലേ? ജോൺസൺ എന്റെ സുഹൃത്താണെന്നേ. ജോൺസിനോട് ദേഹത്ത് റാൻഡി ഓർട്ടൻ കൈ വെച്ചു. അവന്റെ കൈ ഒടിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നേ. അതിന് ഈ ടയർ വെച്ചിട്ട് ഒരു കാര്യമില്ല ചേട്ടാ. വലിയ ലോറി ടയർ ഉപയോഗിച്ചാലേ എന്നെ മാതിരി ബലശാലി ആവാൻ പറ്റുള്ളൂ ചേട്ടാ. ശരീരം വലുതായോണ്ടൊന്നും കാര്യമില്ല ഇനിയാ. നിനക്ക് ബ്രൂസ്ലി അറിയില്ലേ? അങ്ങേരുടെ ഫൈറ്റ് കണ്ടിട്ടില്ലേ? അതുപോലെ ഇരിക്കും എന്റെയും പഞ്ച്. അതൊക്കെ പോട്ടനിയാ. നിങ്ങളെ നാട് മൊത്തം വല വിരിച്ച് അന്വേഷിക്കുകയാണല്ലോ. അവരുടെ കയ്യിലെങ്ങാനും പെട്ടാ നിങ്ങളുടെ കാര്യം പോക്കാ മോനെ. എന്ത് ഒരു പുലിക്കൊണ്ടായ എന്നെ പോലത്തെ പുലിക്കുട്ടിയുടെ മേത്ത് അവന്മാര് കൈ വെക്കുവോ? ഒരു കൈ നോക്കാൻ ഞാൻ അവന്മാരെ. എടാ കൊച്ചനെ, നിന്റെ മുളക് പൊടി പ്രയോഗിക്കാൻ സമയായി. ദേ നോക്കിക്കേ. ആരാ ചേട്ടാ? ഓടിക്കോ ഓടിക്കോ, വേഗം ഓടിക്കോ. അയ്യോ, അവന്മാരിതാ എത്തി. ഞാൻ കുടുങ്ങിയതാ തോന്നുന്നേ. എവിടാവൻ? എവിടാ നിന്റെ കൂട്ടുകാരൻ? അവൻ നിന്റെ കൂട്ടുകാരൻ തന്നെയല്ലേ? എന്ത് ചെയ്യുവൻ? പറയടാ. നീ എന്നാടാ കണ്ണു കാണിക്കുന്നേ? പറയടാ. പറയാൻ പോകുന്നോ ഇല്ലയോ? പറയടാ. പോകുന്നത് നോക്ക്, പോകുന്നത് നോക്ക്, പോകുന്നത് നോക്ക്. എടുത്തോണ്ട് ഓട്. കൊന്നളയും. ഞാൻ കൊല്ലും. എന്റെ ദൈവമേ, ദേഹം മുഴുവൻ വേദനയാ. ഇവനെ കൊണ്ട് തോറ്റു. എന്താടി മോളെ, ചോറുണ്ടോ? ശരി, ഞാൻ നമ്മുടെ ചേരിയിലത്തെ ആൾക്കാരോടെല്ലാം സംസാരിച്ചു. നിങ്ങളുടെ കല്യാണം നാളെ തന്നെ നടത്തും, കേട്ടല്ലോ. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്തും വിഷമിക്കണ്ട, കേട്ടോ? വളരെ നന്ദി. ശരി, ഞാൻ പോയി പട്ടുസാരി എടുത്ത് താലി വാങ്ങിച്ചിട്ട് വരാം. അമ്മ ഫോണും തരൂ, അമ്മേനോട് സംസാരിച്ചിട്ട് തരാം. എന്നാ മോനെ, അമ്മയോട് സംസാരിക്കാനല്ലേ? സംസാരിക്കേ. ഹലോ ഹലോ, ആരാ? അമ്മവാ, ഞാനാ കതിര്. എടാ കതിരെ, നീ എവിടെയാടാ? ആ മരുതേ നിന്റെ അമ്മയും നിന്റെ കൂട്ടുകാരെയൊക്കെ അടിച്ചു പോക്കിക്കൊണ്ടുപോയടാ. എന്താ മാവാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതേടാ. അല്ല, നിനക്ക് സുഖമാണോടാ?
അമ്മ എനിക്കൊരു പ്രശ്നമില്ല. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അറിയില്ലടാ, നീ ഒന്ന് പെട്ടെന്ന് വാടാ. ഞാൻ വരാം അമ്മാവാ. എങ്ങനെയെങ്കിലും ഒന്ന് വാടാ. ഞാൻ ഇപ്പൊ തന്നെ വരാം അമ്മാവാ. സൂക്ഷിച്ചു വാടാ. ശരി അമ്മാവാ. കതിർ, എന്താടാ പറ്റി? അമ്മ എന്താ മോനെ? എന്താ പറ്റി? എന്താ പറഞ്ഞേ? എന്താ ഉണ്ടായ കതിർ? എന്താ? അമ്മേനെയും ഫ്രണ്ട്സിനെയും എന്റെ ചിറ്റപ്പൻ കെട്ടിയിട്ട് അടിക്കാത്ര. അയ്യോ എടാ മഹാഭാപികളെ. അയ്യോ അമ്മ, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അമ്മ. ദയവേത് ഞങ്ങളെ ഒന്നും വിചാരിക്കരുത്. ഞങ്ങളോട് ക്ഷമിക്കമ്മേ. അമ്മ, ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല അമ്മേ. ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെയാണ് നിങ്ങളെ കണ്ടത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് വിചാരിച്ചില്ല. എനിക്കാണെങ്കിൽ എന്തോ മനസ്സിനാകെ പ്രയാസം തോന്നുന്ന പോലെ. അമ്മേ, ഞങ്ങളുടെ 2 ജീവന് വേണ്ടി അവിടെ 10 ജീവനാണ് കഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്ക് പോയേ പറ്റൂ. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ അനുഗ്രഹിക്കൂ അമ്മേ. തീർച്ചയായും ഞങ്ങൾ തിരിച്ചു വരും അമ്മേ. എന്തായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ ഭദ്രമായിട്ട് പോയിട്ട് വാ കേട്ടോ. സൂക്ഷിച്ചു. നിന്നെ കൊന്നുകളെ. എന്താടാ, മരിക്കാന്ന് തീരുമാനിച്ചോ? അതെ മഹ. ഇല്ല മഹ, നീ ചെല്ല്. എന്നെ കുറിച്ച് വിഷമിക്കണ്ട. നീ എന്റെ കൂടെ വരുന്നുണ്ടല്ലോ. എടി പോടി എന്റെ വീട്ടിലേക്ക്. എല്ലാം നീ കാരണമാണ്. സോറി മഹ. മഹ, സോറി മഹ. മഹ, പോയി ഇവിടുന്ന്. ഞാൻ പറഞ്ഞത് കേക്ക് മഹ. മഹ, ഓ മഹ. ഞാൻ എന്നെ വിട്ട് പോവില്ലടാ. കാറ്റാടി പോലെ മനസ്സ് ആടുന്നടി, എൻ കണ്ണോരം കണ്ണീരും തുളുമ്പി വഴിയുന്നടി. നമ്മളൊന്നായി മാറിടാം, എന്നും കണ്ണായി തീർന്നിടാം. ഈ എള്ളോളം ഭൂമിയിലായി നമ്മളൊന്നായി ആയിടും. കാറ്റാടി പോലെ മനസ്സ് ആടുന്നടി, എൻ കണ്ണോരം കണ്ണീരും തുളുമ്പി വഴിയുന്നടി. മനുഷ്യൻ വാഴും ഇടത്തിൽ ഈ സ്നേഹം വാഴില്ല.
ദൈവമുള്ള ഇടത്തിൽ എന്നും സ്നേഹം തീരില്ല. എൻ ജീവൻ നീയല്ലോ, നിൻ ജീവൻ ഞാനല്ലോ. എൻ ജീവൻ നീയല്ലോ, നിൻ ജീവൻ ഞാനല്ലോ. പുതുലോകം തേടാം നാം, അവിടൊന്നായി ചേർന്നിടാം, അവിടൊന്നായി ചേർന്നിടാം. ശരി ഏട്ടാ. സാറേ, മഹയും കതിരും നാട്ടിലേക്ക് വന്നത്രേ. കാറ്റാടി പോലെ മനസ്സ് ആടുന്നടി, എൻ കണ്ണോരം കണ്ണീരും തുളുമ്പി വഴിയുന്നടി. നമ്മളൊന്നായി മാറിടാം, എന്നും കണ്ണായി തീർന്നിടാം. ഈ എള്ളോളം ഭൂമിയിലായി നമ്മളൊന്നായി ആയിടും. കാറ്റാടി പോലെ മനസ്സ് ആടുന്നടി, എൻ കണ്ണോരം കണ്ണീരും തുളുമ്പി വഴിയുന്നടി. പറയടാ. ചേട്ടനോടെ ഇവിടെ ഒറ്റയടിക്ക് അവന്റെ കഥ അവസാനിപ്പിച്ചേക്കാം. അയ്യോ, വേദനിക്കുന്നുണ്ടോ നിനക്ക്? സാരില്ല മഹ, നിന്റെ അച്ഛൻ നമുക്ക് തന്ന വേദനയെക്കാളും ഇതൊന്നും അത്രയ്ക്ക് വലുതല്ല.
ഒന്ന് വേഗം വാ. അയ്യോ, ഒന്ന് വേഗം വരൂ. അയ്യോ, എന്റെ കൈയും കാലും ഓടുന്നില്ലേ, ഞാൻ എന്തോ ചെയ്യുവേ. അയ്യോ, എന്റെ മോനെ, മോനെ, കണ്ടില്ലേ? അയ്യോ, കണ്ടില്ലേ, എന്റെ മോനെ എന്നെ വിട്ടു പോയേ. അയ്യോ, മോനെ, എന്നെ വിട്ടു പോയല്ലോ. നിനക്ക് ഗതി വന്നല്ലോ. അയ്യോ മോനെ, കതിരേ. അയ്യോ മോനെ, മോനെ, ഞാനിതെങ്ങനെ സഹിക്കും മോനെ. അയ്യോ, ഈ ഗതി വരാനാണോ മോനെ ഞാൻ നിന്നെ പ്രസവിച്ചത്? എന്റെ മോൻ ഈ ഗതി കൊടുത്തവന്മാർ നശിച്ചു പോവും, നശിച്ചു പോവും, നശിച്ചു പോവും. മോനെ, എന്റെ മോനെ, നോക്ക് എന്റെ മോനെ. കരയടി, നല്ല കരയടി. രണ്ട് പിള്ളേരും മരിച്ചില്ലേ? നഷ്ടപ്പെട്ടില്ലേ? വിഷമമുണ്ടല്ലേ? കരയ്, കരയടി, നന്നായി കരയടി. മഹാപാപി, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കത്തിച്ചു കളഞ്ഞില്ലടാ നീ. സന്തോഷായോ? സന്തോഷമായോ എന്നാ ചോദിച്ച് പറയടാ. എന്റെ പോലെ ഞാൻ ഈ നിലയിലാക്കാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതാ. എടി, എന്നെ പോലെ ഞാനും ഒരു പെണ്ണല്ലടി. ഞാൻ അനുഭവിച്ച വേദന നിനക്കറിയില്ലേ? മോനെ, നായിന്റെ മോനെ, കാലമാടാ, നശിച്ചു പോടാ. എന്റെ മോനെ താടാ. നീ എന്റെ മോനെ ഓടിച്ചിട്ട് അടിച്ചില്ലടാ. പറയടാ, പറയാൻ. എന്താടാ നീ നോക്കുന്നത്? പറയടാ. എന്റെ മോനെ നീ കൊന്നില്ലടാ. സമാധാനായോ? പറയ്. നിന്റെ പെണ്ണിതിലെവിടെടാ? ഇതിന്നും വേർതിരിക്കാൻ പറ്റുമോ? എടുക്കടാ, എടുക്കടാ. ഈ ചാര കിട്ടിയപ്പോ നിങ്ങൾക്ക് സമാധാനായോ? കൊണ്ടുപോയി തിന്നടാ. എന്റെ മോനെ, അവിടെ പൊന്നു മോനെ. മനുഷ്യനുള്ളിടത്ത് പ്രണയ നൈരാശ്യമുണ്ടാകും, ദൈവമുള്ളിടത്ത് പ്രണയ സാഫല്യമുണ്ടാകും. മനുഷ്യനെ ശിക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? തീർച്ചയായും ഉണ്ട്, സാക്ഷാൽ ദൈവം.